ശരി, സഖറിയ ജോർജ്, ഇപ്പോൾ ഈ പറയുന്ന നന്നാക്കുക എന്നുള്ളൊരു കാര്യമുണ്ടല്ലോ. ഇപ്പോൾ ആദ്യത്തെ കേസിൽ പിടിയിലാകുന്നു. അതൊരു വലിയ കേസാണ്. കേരളത്തിലെ തന്നെ കൊക്കൈൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേസായിരുന്നു, ആദ്യത്തെ കേസായിരുന്നു. ആ കേസിൽ നിന്നും ഊരിപ്പോരാൻ സാധിക്കുമ്പോൾ അത് ഷൈൻ ടോം ചാക്കോയ്ക്ക് കിട്ടുന്നൊരു മെസ്സേജാണല്ലോ, ഒരു കുഴപ്പവുമില്ല, ഊരിപ്പോരാൻ പറ്റും എന്ന്. അതുകൊണ്ട് അതിലും മോശമായ രീതിയിൽ പരസ്യമായി തന്നെ ഈ തരത്തിൽ ലഹരി ഉപയോഗിക്കുന്നു എന്ന് പുറമേക്ക് കാണുന്ന രൂപത്തിൽ തന്നെ പ്രതികരിക്കാൻ തുടങ്ങി. അതിനുശേഷം ഇൻ്റർവ്യൂസ് നൽകുന്നു. ഈ പറഞ്ഞ കേസിലും ഇപ്പോൾ പെടുന്നു. ഇതിലും വലിയ വകുപ്പുകളൊന്നും ചുമത്തിയിട്ടുമില്ല. അപ്പോൾ ആർക്കാണ് സന്ദേശം നൽകുന്നത്? സ്വാഭാവികമായിട്ടും ഷൈൻ ടോം ചാക്കോയ്ക്ക് ഒരു മെസ്സേജ് കിട്ടി, ഇങ്ങനൊക്കെ ചെയ്താൽ രക്ഷപ്പെടാം. നമ്മൾ ഇന്നസെൻ്റ് ഒരു ഡയലോഗ് ഉണ്ടല്ലോ, ഇതിനപ്പുറവും ചാടിക്കടന്നവനാണ് MM ജോസഫ് എന്ന് പറഞ്ഞ പോലെ, ഇനി ഇതിനപ്പുറത്തെ കേസുണ്ടായാലും ചാടിപ്പോകാം. അന്നേരം ഒന്ന് ഓടി രക്ഷപ്പെടുക, പിടികൊടുക്കാതിരിക്കുക, ഏതെങ്കിലും ഒരു വക്കീലിനെ പിടിക്കുക, കുറച്ച് കഴിഞ്ഞിട്ട് പതുക്കെ വന്ന് സറണ്ടർ ചെയ്യുക, പോലീസിനെ കൺഫ്യൂസ് ചെയ്യുന്ന മാതിരി എന്തെങ്കിലുമൊക്കെ മൊഴി പറഞ്ഞിട്ട് രക്ഷപ്പെടാം എന്നൊക്കെ ഉള്ള ഒരു കാര്യം ഒക്കെ ഉണ്ടാകും. അത് സൊസൈറ്റിക്ക് വലിയൊരു ഇഷ്യൂ ഉണ്ടാക്കും. കാര്യം എനിക്കും ഇങ്ങനെയൊക്കെ ചെയ്യാം എന്ന് പറയും. ഇതൊക്കെ ഒരു സോഷ്യൽ ക്രൈമാണ്, സമൂഹത്തെ വളരെയധികം ഡയറക്റ്റ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ക്രൈമാണിത്. അടുത്തതായിട്ട് ശ്രീ രാഹുൽ ഈശ്വർ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്, റിഫോർമേഷൻ ആവശ്യമുണ്ട്. പക്ഷേ ആദ്യമേ ഡ്യൂ പ്രോസസ് ഓഫ് ലോയിൽ കൂടെ അദ്ദേഹം പോകട്ടെ, അതിൻ്റെ അനുഭവിക്കാനൊക്കെ ഉള്ള കാര്യം കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ റിഫോർമേഷനെ പറ്റി ചിന്തിക്കാം. നമുക്കറിയാം 80കളിൽ ഏറ്റവും സെൻസേഷൻ ഉണ്ടാക്കിയ ഒരു കേസാണ് മദ്രാസിലെ മോന്. ആ കേസിനകത്തെ റെനി എന്ന് പറഞ്ഞ പ്രതി റിഫോംഡായി ഇപ്പം ബാംഗ്ലൂരിലുണ്ട്. അയാളെ റിമാൻഡ് ചെയ്യാൻ വേണ്ടി എല്ലാം ആ ടീമിനെ ലീഡ് ചെയ്ത് സിബി മേസാറാണ്. അയാളെ റിഫോം ചെയ്ത് അയാളെ തിരിച്ച് ലൈഫിലേക്ക് കൊണ്ടുവരുന്നതിന് സിബി മേസാർ വളരെയധികം സപ്പോർട്ട് ചെയ്തെന്നുള്ള ഒരു സത്യമാണ്. അപ്പോൾ റിഫോർമേഷൻ ഒരു ലേറ്റസ്റ്റ് സ്റ്റൈലാണ്. ആദ്യമേ ഈ പറയുന്ന നിയമത്തിൻ്റെ പാതയിൽ കൂടി സഞ്ചരിച്ച് കോടതിയിൽ പോയി ഒരു ഫെയർ ട്രയലും ഒക്കെ ഫേസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് സെക്കൻഡ് പ്രോസസ്സാണ് റിഫോർമേഷൻ. ആദ്യം നമുക്ക് റിഫോം ചെയ്തങ്ങ് വിടാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒത്തിരി മൈൽഡ് ആകും. അപ്പോൾ എന്ത് പറ്റും, നിയമത്തിൻ്റെതായിട്ടുള്ള ബലമില്ല. റൂൾ ഓഫ് ലോയും റൂൾ ബൈ ലോയും ഉണ്ട്. റൂൾ ഓഫ് ലോ ഓക്കെ, അത് പുസ്തകവും ആക്ടും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. റൂൾ ബൈ ലോയും വേണം. അതായത് നിയമത്തിൻ്റെ വഴിക്ക് തന്നെ പോകുന്ന ഒരവസ്ഥ വേണം. ബാക്കിയുള്ളവർക്ക് അതൊരു എക്സാമ്പിൾ ആകണം സൊസൈറ്റിയിൽ. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. NDPS ആക്ട് 1985 ആണ്. ഇതൊരു സ്പെഷ്യൽ ആക്റ്റാണ്. അപ്പോൾ അതിനകത്ത് നോട്ടിഫിക്കേഷൻ വേണം. കുറേ DYSPമാരെ ട്രിവാൻഡ്രം മുതൽ കാസർഗോഡ് വരെ വെച്ചിട്ടുണ്ട്. 20 പോലീസ് ജില്ലയുണ്ട്, 20 DYSPമാരുണ്ട്. മിക്കവർക്കും 1.5 ലക്ഷം രൂപ ശമ്പളത്തോടാണ് ഇരിക്കുന്നത്. പക്ഷെ അവർക്കിത് ചെയ്യാനുള്ള അധികാരമില്ല. നമ്മുടെ സർക്കാർ സംവിധാനം കഷ്ടം. ഇത്രയൊക്കെ ഉണ്ടായിട്ട് അവർക്ക് നോട്ടിഫിക്കേഷൻ ഇറക്കി അവരെ എംപവർ ചെയ്യുന്നില്ല. അവർ പിടിച്ചാൽ നാളെ കേസുകൾ നിലനിൽക്കത്തില്ല. കാര്യം നോട്ടിഫിക്കേഷൻ ഹൈലി എസെൻഷ്യലാണ്. സെക്ഷൻ 53 NDPS ആക്ടിൻ പ്രകാരം വേണം. എനിക്ക് പരിചയമുള്ള ഒരു ഓഫീസർ കാസർഗോഡ് ഇരിക്കുമ്പം ഇത് വേണമെന്ന് പറഞ്ഞ് എഴുതി കൊടുത്തു. ഡോക്ടർ ശ്രീനിവാസ് എന്ന് പറഞ്ഞ അന്നത്തെ SP അദ്ദേഹത്തെ ഇട്ട് ഹരാസ് ചെയ്യാനാണ് നോക്കിയത്. ഈ IPSകാരിലെ പലർക്കും അഹങ്കാരത്തിന് കൈയും കാലും വെച്ചവരാണെന്ന് നമുക്ക് പറയേണ്ടി വരും. കാര്യം അവരെ ചോദ്യം ചെയ്യാൻ പാടില്ല. ദേ ആർ എബോവ് എവറിത്തിങ്. എൻ്റെ വേൾഡ് ഈസ് അണ്ടർ ദെയർ ഫീറ്റ് എന്ന് ചിന്തിക്കുന്ന പലരുമുണ്ട്. പിന്നെ നമ്മളിപ്പോൾ നോക്കുമ്പോൾ ഒരു മെറ്റാലിക് പീസ് ഉണ്ട് നെഞ്ചത്ത് തൂക്കുന്ന കാര്യം, ബാഡ്ജ് ഓഫ് ഓണർ. അതിന് ഈ ഇറങ്ങിപ്പോയ സുജിത് ദാസ് ഉണ്ട്, ഇടയ്ക്ക് സസ്പെൻഷൻ ആയിട്ട് ഇപ്പം തിരിച്ചു കയറിയിട്ടുണ്ട്. അയാളുടെ പ്രധാന ജോലി അയാളെ ഏറ്റവും കൂടുതൽ NDPS കേസ് പിടിപ്പിക്കുക എന്നുള്ളതാണ്. പിടിപ്പിച്ചിട്ട് അതിൻ്റെ സ്റ്റാറ്റസ് കൊടുത്തിട്ട് ഒരു മെറ്റാലിക് പീസ് പലരും ഇറങ്ങി വരുമ്പോൾ, ദിവ്യന്മാർ വരുമ്പോൾ നെഞ്ചത്ത് ഇങ്ങനെ ഒരു പീസ് വെക്കും. അത് ഈ സ്റ്റാറ്റിസ്റ്റിക്കലിൽ അവരുടെ മാനിപ്പുലേഷൻ വഴി അവരേറ്റവും കൂടുതൽ കേസ് പിടിക്കുന്നു എന്ന് കാണിച്ചുകൊണ്ട് അവർ അവാർഡൊക്കെ വാങ്ങിച്ച ഏതാണ്ട് വലിയ സംഭവമാണെന്ന്. ഒരിക്കലും നമ്മൾ കള്ളം കാണിക്കാൻ പാടില്ല. NDPSലല്ല ഒരു കേസിലും കള്ളം കാണിക്കാതെ സത്യത്തിനെ മുൻനിർത്തി വേണം പോലീസ് ഉദ്യോഗസ്ഥൻ മുമ്പോട്ട് പോകാൻ. നമുക്ക് കിട്ടുന്ന ബാഡ്ജ് ഓഫ് ഓണർ അല്ല, നമുക്ക് വളരെ ഒരു ഹോണസ്റ്റ് ലൈഫ് നമ്മുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. ഒഫീഷ്യൽ ലൈഫിലും പേഴ്സണൽ ലൈഫിലും ഉണ്ടെന്ന് പൊതുസമൂഹത്തെയും അവനവൻ്റെ കോൺഷ്യൻസിനെയും പ്രൂവ് ചെയ്യുന്നതാണ് ഏറ്റവും വലിയ ഉത്തരവാദിത്വം. അതൊന്നും ചെയ്യാതെ ഇവർ ബാഡ്ജ് ഓഫ് ഓണർ കിട്ടാൻ വേണ്ടി ഇന്ന് പിടിക്കുന്നത് 2ആയിട്ട് വിഭജിച്ച് നാളെ വീണ്ടും കേസ് എടുപ്പിക്കുവാണ്. ആൾക്കാരെ ഹരാസ് ചെയ്യുന്നു. കസ്റ്റഡിയൽ ഡെത്ത് ഉണ്ടായി മലപ്പുറത്ത്. അതൊക്കെ തീർച്ചയായിട്ടും പ്രശ്നമാണ്. കസ്റ്റഡിയൽ ഡെത്ത് ഉണ്ടായാൽ സർക്കുലർ 2/1982 പ്രകാരം SP-മാർ അതിന് ഉത്തരവാദികളാണ്. ആ സർക്കുലറിനകത്ത് എഴുതിയിട്ടുണ്ട്. എത്രയോ കസ്റ്റഡിയൽ ഡെത്ത് നടന്നു. ഒരൊറ്റ SP-യെ IPSകാരനെ പ്രതിയാക്കിയിട്ടില്ല. 82 മുതൽ ഉള്ളതിനകത്ത് ഒരൊറ്റ കേസിൽ പോലും SP-മാർ പ്രതിയായിട്ടില്ല. എത്ര വർഷമായി?
43 വർഷം കഴിഞ്ഞിട്ട് പോലും ഇവിടെ കസ്റ്റഡിയൽ ഡെത്ത് നടക്കുന്നു. മയക്കുമരുന്നൊക്കെ വരുമ്പോൾ ചിലപ്പോൾ അവരുടെ മാനസിക നില മോശമായിരിക്കും. അപ്പം നേരത്തെ രാഹുൽ ചോദിച്ച പോലെ റിഫോം ചെയ്യുന്നതും അവരെ പ്രൊട്ടക്ട് ചെയ്യുന്നതും കസ്റ്റോഡിയൻ ഷുഡ് പ്രൊട്ടക്ട് ദ കസ്റ്റഡി എന്നാണ് ഹ്യൂമൻ റൈറ്റ്സിനകത്ത് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും പ്രതിയാണ്, ശരിയാണ്, പക്ഷെ അവൻ ഇന്ത്യൻ പൗരനാണ്. അവനെ നല്ല ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. പക്ഷെ അതിനു മുമ്പ് ഡ്യൂ കോഴ്സ് ഓഫ് ലോയിൽ അല്ലെങ്കിൽ ഡ്യൂ പ്രോസസ് ഓഫ് ലോയിൽ അയാളെ വിധേയമാക്കിക്കൊണ്ട് ഈ രാജ്യത്തെ നിയമത്തിന് മഹത്വമുണ്ടെന്നും അതിന് ഔന്നത്യമുണ്ടെന്നും പിന്നെ തെളിയിക്കണം. അടുത്തത് ഇപ്പൊ IC എന്നൊക്കെ പറഞ്ഞു. IC ഭരണഘടനാപരം ആയി പറയുന്നതല്ല. IC എന്ന് പറയുന്നത് ഒരു കമ്മിറ്റി റിപ്പോർട്ടും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഭാഗമായിട്ടൊക്കെ ഇത് റെഡ്യൂസ് ചെയ്യാൻ വന്നതാണ്. പക്ഷെ അതിനേക്കാട്ടിലും വലുതാണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ആണ് വിമൻ കമ്മീഷൻ. അവരെന്ത് ചെയ്യുന്നു? വനിതാ കമ്മീഷന്റെ ചെയർപേഴ്സന്റെ പ്രോട്ടോകോൾ പ്രകാരം ക്യാബിനറ്റ് റാങ്കാണ്. ഞാൻ വനിതാ കമ്മീഷൻ ഡയറക്ടറായിട്ട് ഇരുന്നാണ്. 4 മെമ്പേഴ്സ് ഉണ്ട്. ഡെപ്യൂട്ടി സ്പീക്കറുടെയാണ്. എന്ത് ശമ്പളമാണ് വാങ്ങിക്കുന്നത്? അവർക്ക് വനിതകളെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഉത്തരവാദിത്വമില്ലേ? ചുമ്മാ പത്രപ്രസ്താവന നടത്താനും മറ്റേ പ്രസ് മീറ്റിനകത്ത് പോയിരുന്നിട്ട് വായി വരുന്ന എന്തെങ്കിലുമൊക്കെ പറയൂ, അല്ലെ പോലീസിന് റിപ്പോർട്ട് വാങ്ങിക്കുമല്ലോ. അവരിറങ്ങി ഫീൽഡിൽ നടക്കുന്നു. ഓരോ പെൺകുട്ടിയെ പീഡിപ്പിക്കുമ്പോൾ അതിനെ പ്രിവെന്റ് ചെയ്യാൻ നോക്കണം. ശരി, പോലീസിനകത്തും ഇത് വളരെ ആവശ്യമാണ്. കാരണം ഈ ഒരു സെക്കൻഡ് കൂടെ പ്ലീസ്. അതായത് പോലീസ് സ്റ്റേഷൻ വനിതാ സെല്ലിന്റെ കീഴിൽ ഉണ്ടാക്കണം. വനിതാ കമ്മീഷന് കീഴിൽ പോലീസ് സ്റ്റേഷൻ ഉണ്ടാക്കിയിട്ട് അവർ മോണിറ്റർ ചെയ്യണം. അവർക്ക് സിവിൽ കോർട്ടിന്റെ അധികാരമുണ്ട്. അവരിതൊക്കെ ട്രയൽ ചെയ്യണം. ഈ പറയുന്ന കമ്മിറ്റികൾ ഇന്റേണൽ കമ്മിറ്റി എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പം അവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടപ്പെട്ടവരാണ്. ക്വിഡ് പ്രോക്കോ, അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര സഹായ സഹകരണ സംഘമൊക്കെ വരും. ഐ സ്ക്രാച്ച് യുവർ ബാക്ക് ആൻഡ് യു സ്ക്രാച്ച് മൈൻ. പക്ഷേ ഇവിടുത്തെ കോൺസ്റ്റിറ്റ്യൂഷനിൽ കോൺസ്റ്റിറ്റ്യൂട്ടഡ് ബോഡിയും പോലീസുമാണ് സ്ത്രീയുടെ അഭിമാനം ഉയർത്തിപ്പിടിക്കേണ്ടത്. ഇതിനകത്ത് വിൻസി വന്നു. രേഖാമൂലം പരാതി നൽകിയിട്ടില്ല. അത് ഒരു വാദമായി ഇങ്ങനെ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്, രേഖാമൂലം പരാതി നൽകിയിട്ടില്ല എന്നത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.